ടോം കുര്യാക്കോസും അപർണ കുറുപ്പ് അവിടെ കൊച്ചിയിലുണ്ട്. അപർണയിലേക്ക് പോകണം. അപർണ, ഇവിടെ നമുക്കറിയാം എത്രത്തോളം രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസാണ് ഇത്. അതിനുശേഷം എത്രത്തോളം ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു? സർക്കാരിന്റെ ഇടപെടൽ ഈ കേസിൽ ഈ പ്രതികളെ രക്ഷിക്കുന്നതിൽ, അത് ഈ പറഞ്ഞതുപോലെ പ്രതികളെ ന്യായീകരിക്കുന്നതിൽ എത്രത്തോളം ഉണ്ടായിരുന്നു നമ്മുടെ സംവിധാനങ്ങളുടെ എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കണം. പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി സുപ്രീം കോടതിയിൽ വരെ പോയ കേസിലാണ് ഇപ്പോൾ ഏതാണ്ട് നീതി കിട്ടിയ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഈ കൊലപാതക കേസിനെ കുറിച്ച്. രഞ്ജിത്ത്, ഏതായാലും അല്പസമയത്തിനകം ആ വിധി എന്താണ് ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്നത് എന്നറിയാൻ കഴിയും. ഉറ്റുനോക്കുന്നത് ഈ 8ഓളം പ്രതികൾ കൊലപാതകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതനുസരിച്ചിട്ടുള്ള വിധി ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഈ 6 വർഷത്തോളം നടന്ന ഒരു നിയമ പോരാട്ടം, വിചാരണ തന്നെ 20 മാസത്തോളം നീളുക, വധശിക്ഷ പോലെ ഒരു വിധി അർഹിക്കേണ്ട കേസല്ല ഇത് എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഉറച്ച് വാദിക്കുന്നുണ്ട്. അത്തരത്തിലൊരു വിധിയാണ് വരുന്നതെങ്കിൽ പോലും ഏത് തരത്തിലുള്ള വിധിയാണെങ്കിലും അപ്പീൽ പോകാൻ ഒരുങ്ങുകയാണ് പാർട്ടി എന്നുള്ളതിൽ, CPM എന്നുള്ളതിൽ തർക്കമില്ല. രാഷ്ട്രീയ നിലപാട് അത് പാർട്ടി പലതവണ വ്യക്തമാക്കിയതാണ്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ 1 കോടിയുടെ അടുത്ത് രൂപയാണ് ഈ നിയമ പോരാട്ടത്തിനായി അങ്ങ് സുപ്രീം കോടതി വരെ ചെലവാക്കിയത് പാർട്ടി. സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ ഒരു പോരാട്ടം സർക്കാർ തന്നെ നടത്തുന്നത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കൊക്കെ വഴിവെക്കുമ്പോഴും അത് കോടതിയിൽ നിന്ന് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഏത് തരത്തിലുള്ള വിധി വന്നാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. ഈ നിയമ പോരാട്ടമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അപ്പോഴും ഈ 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൊലപാതകമടക്കമുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് വധശിക്ഷ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം അടക്കമുള്ള കടുത്ത ശിക്ഷാ നടപടിയിലേക്ക് പോകുമോ? അങ്ങനെയാണ് പോകുന്നതെങ്കിൽ 20ാം പ്രതിയായിട്ടുള്ള CPMന്റെ മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ഈ കേസിൽ പ്രതികളാകുന്നത് ഈ ആദ്യത്തെ 8 പ്രതികളുടെ ശിക്ഷയുമായിട്ട് വിധിക്കാൻ പോകുന്ന ശിക്ഷയുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. ഏത് തരത്തിലുള്ള ശിക്ഷാവിധിയായിരിക്കും ഈ 4 CPMലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ വരിക എന്നുള്ളതൊരു ചോദ്യമാണ്. ജയിലിൽ പോകേണ്ടതായി വരുമോ? വധശിക്ഷയാണ് വിധിക്കുന്നതെങ്കിൽ 7.5 വർഷം തടവ് ശിക്ഷയൊക്കെ KV കുഞ്ഞിരാമന് ലഭിക്കാവുന്ന രീതിയിലേക്കൊക്കെ ഉണ്ടാകുമെന്ന് നിയമ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ ഇതിനെ പ്രതിരോധിച്ചാലും കോടതിയുടെ ഭാഗത്തു നിന്ന് ശിക്ഷ വിധിച്ചുകൊണ്ട് നടത്തുന്ന വിമർശനങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ അതിൽ ഓരോ വരി പോലും വിടാതെ വിമർശിക്കപ്പെടും. പ്രതിപക്ഷവും കോൺഗ്രസും, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമ പോരാട്ടം ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബത്തിനൊപ്പം നടത്തുന്നത് കോൺഗ്രസ് കൂടിയാണ്. അതുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന വിമർശനങ്ങൾ ഇരട്ട ജീവപര്യന്തമാണെങ്കിലും അല്ലെങ്കിൽ അത് വധശിക്ഷ വരെ പോയാലും നടത്തുന്ന വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് എടുത്തു പറയും. അതിന് ഉത്തരം പറയേണ്ട ബാധ്യത CPMന് വരുന്നത്. സംസ്ഥാന സെക്രട്ടറി പോലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആവർത്തിച്ച് പറഞ്ഞത് ഞങ്ങൾ ഇത് അപ്പീൽ പോകുന്നു, അതായത് ആ കോടതി വിധിയെ ഗൗനിക്കുന്നില്ല, അതുകൊണ്ടാണ് അപ്പീൽ പോകാൻ CPM തീരുമാനിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവടക്കം മുഖമടച്ച് വിമർശിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ വരുന്ന ശിക്ഷ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ട് ഏറെ നിർണായകമാണ്. ഈ വിധി വാദം ഏത് തരത്തിലാണ് നടന്നത് എന്ന് ചോദിക്കാൻ നമുക്കൊപ്പം നവമി ദിനേശ് കൂടിയുണ്ട്. നവമി, തുടക്കം മുതലേ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന നിലപാടെടുക്കുന്ന പാർട്ടി, അത് തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. അതിനപ്പുറത്തേക്ക് അപൂർവങ്ങളിൽ അപൂർവമല്ല ഈ വിഷയം, ഈ സംഭവം എന്ന് എടുത്തു പറയുകയുണ്ടായി. അതായത് വലിയ ഒരു ശിക്ഷയിലേക്ക് കടക്കരുത് എന്നുള്ള അഭ്യർത്ഥന കോടതിക്ക് മുൻപാകെ പ്രതിഭാഗം വെക്കുന്നു. സാക്ഷി മൊഴികൾ വിശ്വസനീയതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ ഇതിലൊറ്റ വിഷയമാണ് നവമി, 10 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ കോടതി കൂടിയാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഏതെല്ലാം തരത്തിലാണ് വാദങ്ങൾ മുൻപാകെ വെച്ചിരിക്കുന്നത് പ്രതിഭാഗമെന്ന്? വിധി വരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ശക്തമായിട്ടുള്ള വാദങ്ങളായിരുന്നു പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു അപൂർവമായ കേസല്ല എന്ന് വാദിക്കാൻ പ്രതിഭാഗം കിണഞ്ഞു ശ്രമിച്ചു. അതിനുവേണ്ടി ഈ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഇതിനു മുൻപുള്ള വിധികളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ശക്തമായിട്ടുള്ള ഒരു പ്രതിഭാഗത്തിന്റെ വാദം കോടതിയിൽ അല്പസമയം മുൻപ് കഴിഞ്ഞത്. ഈ പ്രതികൾക്ക് അത് മിനിമം ശിക്ഷയിൽ ഒതുക്കണം എന്നുകൂടി പ്രതിഭാഗം വാദിക്കുന്ന ഒരു
സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം ഈ പ്രതികളുടെ ഒരു പശ്ചാത്തലം, അവർക്ക് മുൻപ് ഇത്തരത്തിൽ കൊലപാതകങ്ങളിലൊന്നും പങ്കില്ല, അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരല്ല, ഇതൊക്കെ പരിഗണിക്കണമെന്ന് കൂടി കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് കോടതി നടപടികൾ ആരംഭിക്കാൻ പോകുന്നു. അല്പ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഈ പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ചത് ഇതിലെ ഒരു പ്രതിയായിട്ടുള്ള മുൻ ഉദുമ MLA KV കുഞ്ഞിരാമന്റെ അമ്മ, അത് അമ്മ വാർദ്ധക്യം ബാധിച്ച അമ്മയാണ്, അമ്മയെ നോക്കാൻ മറ്റാരുമില്ല, ഇങ്ങനെയുള്ള ഈ പ്രതികളുടെ കുടുംബ പശ്ചാത്തലം അടക്കം കോടതിയിൽ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഭാഗം ഈ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് ഉടനീളം വാദിച്ചത്. പക്ഷേ അപ്പോഴും ഓർക്കേണ്ടത് ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ചെറുപ്പക്കാരായിട്ടുള്ള ഇരുവരും അവരുടെ ഒരു കുടുംബ പശ്ചാത്തലം, അവരുടെ കുടുംബം ഇത്രയും നാളും നടത്തിയ നിയമ പോരാട്ടം, അവരുടെ സ്വപ്നങ്ങൾ, ആഗ്രഹം, ഇതൊന്നും മറന്നുകൊണ്ട് നമുക്ക് ഇവരുടെ വാദങ്ങൾ എത്രത്തോളം അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് സംശയം തന്നെയാണ്. അതോടൊപ്പം ഈ സാക്ഷികളുടെ മൊഴിയിലെ വൈരുദ്ധ്യവും അവരുടെ മൊഴികളിലൊക്കെ ഇപ്പോഴും ചില സംശയങ്ങളുണ്ടെന്നൊക്കെ പ്രതിഭാഗം കോടതിയിൽ വാദിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാലും വിധി വരാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ എന്തായിരിക്കും ഇവർക്ക് കിട്ടുന്ന ശിക്ഷ? ജീവപര്യന്തം തന്നെ, വധശിക്ഷ തന്നെ നൽകണമെന്നാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളായിക്കോട്ടെ ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ കൂടിയാണ്. എന്തായാലും ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വിധി വരും, അതിനായി കാതോർത്തിരിക്കുകയാണ്. നവമി, ഇതിനകത്ത് രാവിലെ വന്നപ്പോൾ ഇവരുടെ അച്ഛനോട് സംസാരിച്ചതാണ്, നവമി കൃപേഷിന്റെ അച്ഛനോട് സംസാരിച്ചതാണ്. ഇതിനകത്ത് ഏത് തരത്തിലുള്ള ശിക്ഷാവിധി വന്നാലും അപ്പീൽ പോകും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കുടുംബം കടന്നിട്ടുണ്ടോ? അതോ 10 പേരെ കുറ്റവിമുക്തരാക്കിയിരുന്നു, അതിനെതിരെ അപ്പീൽ പോകുമെന്നാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഈ കുടുംബങ്ങളും പറയുന്നത്. അപ്പോഴും ഈ വരുന്ന ശിക്ഷ എന്താണ് എന്നുകൂടി തീരുമാനിച്ചുകൊണ്ടായിരിക്കും ആ മുൻപോട്ടുള്ള ഒരു നടപടി എന്നുള്ള ഒരു തീരുമാനം അവർ ആ സമയത്ത് പറഞ്ഞിരുന്നു, അല്ലേ? തീർച്ചയായും അപർണ, ഇവര് 10 പേരെ കുറ്റവിമുക്തരാക്കിയ നടപടിയിൽ തന്നെ കുടുംബത്തിന് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. കുടുംബത്തിനും പാർട്ടിക്കും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ CBI കൃത്യമായി കണ്ടെത്തിയതാണ് ഈ പ്രതികളും അവർ കുറ്റക്കാരാണെന്ന് തെളിവുകളടക്കം ഹാജരാക്കിയെങ്കിലും കോടതി അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് ഇവരെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു. ഈ നടപടിക്കെതിരെ കുടുംബം വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പീൽ പോകുമെന്ന് അന്ന് തന്നെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അച്ഛന്മാർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, തങ്ങളുടെ മക്കളെ കൊലപ്പെടുത്തുന്നതിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്, ഇത് CBI കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കുറ്റവിമുക്തരാക്കിയത് എന്ന നടപടി ഇവർക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. പാർട്ടിയുടെയും സർക്കാരിന്റെയൊക്കെ സ്വാധീനം ഇവരുടെ ഈ നിയമ പോരാട്ടത്തിൽ ഒന്നടങ്കം തുടക്കം മുതൽ തന്നെ ഉണ്ടായതാണ്. ഈ CBI അന്വേഷണത്തിനെ എതിർത്ത് സുപ്രീം കോടതിയിൽ വരെ കോടികൾ ചിലവാക്കി സർക്കാർ പോകുന്ന സാഹചര്യം, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അപ്പീലുമായി മുന്നോട്ട് പോകാൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന വിധി, അതായത് അല്പസമയത്തിനുള്ളിൽ വരുന്ന വിധി, ശിക്ഷ, അതെന്താണെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും പാർട്ടിയെയും ഒപ്പം പ്രോസിക്യൂഷനുമായിട്ടൊക്കെ കൂടി ആലോചിച്ചതിന് ശേഷമായിരിക്കും ഒരു അപ്പീലുമായി മുന്നോട്ട് പോകാൻ.